അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നലെ ബിരിയാണി അതിന് വൈകുന്നേരം അയില ബിരിയാണി കേട്ടോ. അപ്പം ഞാനെങ്ങനെയാണ് അയില ബിരിയാണി വെക്കുകയെന്ന് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറന്നു പോവാണ്ടൊന്ന് ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാൻ ഒരുപാട് ആൾക്കാരോട് മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ തക്കാളി, ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അയില ഞാൻ ആദ്യം പൊരിച്ച് വെച്ചിന് കേട്ടോ. അതിന് ശേഷം മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ട് നമ്മൾ സാധാ പൊരിക്കുകയല്ലേ അതുപോലെ തന്നെ പൊരിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി എന്തിനാണ് പൊരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒന്ന് നമ്മളെ ചോറിലേക്കൊന്ന് ദമ്മിടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് തന്നെ പൊരിച്ച് വെച്ചാൽ നമുക്ക് ഈ ഒരു പണി കഴിഞ്ഞിട്ടു. ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ടോ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മസാലയിലേക്കും കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടിലേക്കും വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നല്ലോണം ഒന്ന് അധികം പൊരിഞ്ഞു പോകാതെ ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തിക്കില്ല, അത് അധികം പൊരിഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ എരിഞ്ഞ് നുറുങ്ങിപ്പോകരുത് കേട്ടോ. ഉള്ളി അങ്ങനത്തെ ഒരു പരിവാകരുത്. ഇങ്ങനെ പിടിക്കുന്നവരെ ഒന്ന് ഒതുങ്ങി കിട്ടുന്ന ഒരു പരിവം മാത്രം മതി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഉള്ളി കേട്ടോ. അപ്പോൾ ഇത് എത്ര ഉള്ളിയാണെന്ന് വെച്ചാൽ 3 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ആകെ അതിൽ നിന്ന് എടുത്തിട്ട് ഞാനിപ്പോൾ പൊരിച്ചതും കുറച്ചെടുത്തിട്ട് ഞാൻ പൊരിച്ചിട്ടോ. അപ്പോൾ കുറച്ചെടുത്തിട്ടില്ല, 2 പിടി എടുത്തിട്ട് ഞാൻ പൊരിച്ചിട്ടുണ്ട്. ബാക്കി എടുത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചുവന്ന് വന്നോട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് താളിക്കാം. അപ്പം നമ്മളെ ഉള്ളി നല്ലോണം ഇവിടെ മാളി വന്നിട്ടുണ്ട്. മാളി വരികയെന്ന് വെച്ചാൽ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് അടിച്ച് വെച്ചിരുന്നു കേട്ടോ. അതൊന്ന് ഈ ഒരു ഉള്ളീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് തളിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് പച്ചമണം ഒന്ന് പോയിക്കോട്ടെ. അതിൻ്റെ ഉള്ളി ഇഞ്ചി, വെളുത്തുള്ളീൻ്റെ, പച്ചമുളകിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം ഉണ്ടാകുകയല്ലേ, അതൊന്ന് നല്ലോണം ഒന്ന് പോയിക്കോട്ടെ. എന്നിട്ടൊന്ന് താളിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഈ ഒരു തക്കാളി 3 തക്കാളി എടുത്തിക്കേണ്ടത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അധികം വലിപ്പമില്ലാത്തൊരു 3 തക്കാളി കേട്ടോ. 3ഓ 4ഓ എടുക്കാം, അധികം വലിപ്പമില്ല. ഈ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് താളിച്ചെടുക്കുക. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തി. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ മല്ലിച്ചപ്പും പുതിനച്ചപ്പും കുറച്ച് ഇട്ട് കൊടുത്തി കേട്ടോ. പകുതി ഞാൻ കുറച്ച് മുറിച്ചിട്ട് വെച്ചിനും അതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലപ്പൊടിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ അധികം ഇട്ട് കൊടുത്തിട്ടില്ല, ഞാൻ 2-3 കഷ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാണ്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ഇതേമാതിരി ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ മൂടി വെച്ചിട്ട് ഈ ഒരു ആവിയിലൊന്ന് വെന്ത് വരണം. അതൊന്ന് അധികം തീ വേണ്ട കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ളൊരു തീ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിങ്ങനെ മൂടി വെച്ചിട്ട് ഈ ഒരു ആവിയിൽ കിടന്നിട്ട് അതൊന്ന് അതിൻ്റെ മസാലേൻ്റെ മസാലേൻ്റെ അകത്തേക്ക് ആ മീനിൻ്റെ ഒരു സ്മെല്ല് പിടിച്ച് വരണം കേട്ടോ. അപ്പം ആ ഒരു ടേസ്റ്റ് വരിക, കറക്റ്റ് ടേസ്റ്റ് ഒരു മീൻ മസാലേൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് മീൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പൊടിഞ്ഞു പോകും. അതിനെക്കൊണ്ട് ഞാൻ ഫുള്ള് മീൻ ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മളെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മസാലേൻ്റെ അകത്ത് ഞാൻ ഫുള്ള് മീനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുക, ഞാനിങ്ങനെ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിയൊന്നും താളിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് വറ്റിച്ചാണ് കേട്ടോ വെക്കുന്നത്, ഊറ്റിയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് ഒരു പാട്ട അരിക്ക് 2 പാട്ട വെള്ളം ഒന്ന് കണക്കിലെടുക്കുക കേട്ടോ.
നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ മസാല അടിച്ചിട്ടില്ലേനോ, മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ. അപ്പോൾ ഈ ഒരു ജാറിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ടത് ഈ ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കറുവപ്പട്ട, കറാമ്പൂ, ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ വെളിച്ചെണ്ണയും ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പ് രേശം ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അകത്ത്, എന്നാലാണ് നമ്മളെ ചോറിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. നമ്മൾ സാധാ ബിരിയാണി അരിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ ഉപ്പും നെയ്യൊക്കെ എല്ലാവരുടെ എത്തുന്നത് വരെ ഒന്ന് ചെറുങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ റൈസ് ഇവിടെ വെന്തിക്കുന്നുണ്ട് കേട്ടോ. ചോറ് വെന്തതിന് ശേഷം നമ്മൾ ദമ്മിടാൻ വേണ്ടി പോകാമെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അയില ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലാന്ന്, അത് ചേർത്ത് കൊടുത്തിട്ടോ മസാലൻ്റെ അകത്തേക്ക്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു ഏതാന്ന്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഈ കുക്കറിൻ്റെ അടിയിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ ഇല വെച്ച് കൊടുത്തിട്ടോ. എന്നാലാണ് നമുക്ക് ചോറിൻ്റെ അല്ല എന്താ മസാലൻ്റെ അകത്തേക്ക് ചോറ് ആകാണ്ടിരിക്കും, എന്നാലും നമുക്ക് കറക്റ്റ് മസാല എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത്, ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയൊക്കെ ഇല്ലേ, ഉള്ളി അതുപോലെ തന്നെ എന്താ ക്യാരറ്റ് മുറിച്ച് വെച്ചിരുന്നു കേട്ടോ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും പൊരിച്ച് വെച്ചിരിക്കുന്നത് അതും ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ ഇടയിൽ. പിന്നെ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്ത്, പിന്നെ അതാ നമ്മൾ അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലായിട്ട് നമ്മൾ മല്ലിച്ചപ്പും പുതിനച്ചപ്പും പൊരിച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തി കേട്ടോ. അപ്പോൾ ഇതാ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുതിനച്ചപ്പും മല്ലിച്ചപ്പും ഇടാൻ മറന്നും പോകരുത്.